ഗൈസ് എമ്പുരാൻ FTFs കണ്ട് വന്നങ്ങടി ഇരിക്കുകയാണ്. കുലുങ്ങി മക്കളെ, കുലുങ്ങി, ശരിക്കും ലിറ്ററലി കുലുങ്ങി. മലൈക്കോട്ടെ വാരിവന്റെ സമയത്ത് നമ്മുടെ ടിനു പാപ്പച്ചൻ പറഞ്ഞ കുലുക്കൂലേ, അത് ഇന്ന് കുലുങ്ങി, ശരിക്കും കുലുങ്ങി. അത് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുമ്പോൾ ചിലവർക്ക് അത് ഒരു ഓവറായിട്ട് തോന്നാം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ നല്ലൊരു തിയേറ്ററിൽ നല്ല കിഡിലൻ ഓഡിയൻസോട് കൂടിയിരുന്ന സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ കുലുങ്ങും. അതുമാതിരിയുള്ള ഹൈ സാധനങ്ങൾ സിനിമയിലുണ്ട്. സിനിമയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം, ഈ റിവ്യൂവിൽ സ്പോയിലർ ഉണ്ടാവില്ല, മസ്റ്റ് ആയിട്ട് സ്പോയിലർ ഉണ്ടാവില്ല. കാരണം ഞാൻ എങ്ങനെയാണോ സിനിമ കണ്ടത് അതുപോലെ തന്നെ നിങ്ങളും കാണണം എന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ട്. നമ്മൾ സാധാരണ റിവ്യൂ പറയുമ്പോൾ അതിന്റെ എന്താ പറയാ, ക്രൂവിനെയും കാസ്റ്റിനെയും ഒക്കെ നമ്മളിങ്ങനെ വിവരിച്ച് പറയും. പക്ഷെ ഇതിലെനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും പറയേണ്ടതില്ല. കാരണം എല്ലാവർക്കും എല്ലാം അറിയാം, കൃത്യമായിട്ട് അറിയാം ആരൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന്. ശരിക്കും പറഞ്ഞ ഒരു ഹോളിവുഡ് സിനിമ കണ്ട ഒരു പ്രതീതിയുണ്ട്. കിട്ടിലം പരിപാടിയാണ് എന്ന് കരുതി എല്ലാം തികഞ്ഞൊരു സിനിമയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. ഇത് ശരിക്കൊരു ഡയറക്ടർ സിനിമയാണ്, പക്ക ഒരു പൃഥ്വിരാജ് സിനിമ. കാരണം വെൽ പാക്ക്ഡ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും കിടിലം പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേക്കിംഗ് ആണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ സ്ക്രിപ്റ്റ് വൈസ് ഒരല്പം ഒരു പൊട്ടിക്ക് താഴ്ന്നു നിൽക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ഡിസർവ് ചെയ്യുന്നതിന് മുകളിൽ ഒരു പക്ഷേ മേക്കിംഗ് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടേക്കാം, ചിലപ്പോഴല്ല എന്തായാലും ചർച്ച ചെയ്യും. ഇത് ഒരല്പം പൃഥ്വിരാജ് സിനിമ അല്ലെങ്കിൽ ഒരു സയ്യിദ് മസൂദ് സിനിമയാണെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ കഴിയില്ല. അമ്മാതിരി പരിപാടി, സ്വാഗ് പരിപാടിയാണ് പൃഥ്വിരാജിന് കിട്ടിയിട്ടുള്ളത്. ഗംഭീര. അത് ചില ഫ്രെയിം ടു ഫ്രെയിം ഇത് പൃഥ്വിരാജ് സിനിമയാണെന്ന് ചിലപ്പോൾ തോന്നും. എന്ന് കരുതി മോഹൻലാൽ സൈഡായി പോയെന്നല്ല. സ്വാഭാവികമായിട്ടും ഒരു നായകൻ മോഹൻലാൽ ആകുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ എപ്പോഴും അവരുടെ താഴെ നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, ഈക്വൽ ഫ്രെയിം ടു ഫ്രെയിം ഈക്വൽ പരിപാടിയാണ് കൊടുത്തിട്ടുള്ളത്. ചില ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം പരിപാടി. അതിൽ ക്യാമറ എടുത്ത് പറയണം സുജിത് വാസുദേവ്. അദ്ദേഹം സീരിയലിൽ നിന്നൊക്കെ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഒരു റേഞ്ച്, ഒരു ആറ്റിക്കുറുക്കിയെടുത്ത ഒരു ഫിലിം മേക്കേഴ്സിന്റെ കൂടെ വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ളൊരു ഫയർ വരുന്നത് അങ്ങനെയാണ്. സുജിത് വാസുദേവ് കിടിലം പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാടിന്റെ നടുവിൽ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടതാണല്ലോ, അവിടെ ഒരു ഗംഭീര ട്രീറ്റ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ കിട്ടുന്ന ഹൈ ഉണ്ടല്ലോ, രോമാഞ്ചിഫിക്കേഷൻ ആണ്, റിയൽ ഗൂസ് ബംസ്, കിട്ടില്ലം പരിപാടി. അത് റോബോട്ടിക് ക്യാമറ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പൃഥ്വിരാജ് സ്കോർ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ലാലേട്ടൻ സൈഡൊന്നും ആയിട്ടില്ല. ഒരു മോഹൻലാൽ നായകനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ ഒപ്പം സ്കോർ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ. മോഹൻലാൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഖുറേഷി എബ്രാഹിമിനേക്കാൾ എനിക്ക് കുറേയും കൂടി കണക്റ്റ് ആയ ഒരു സാധനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സ്റ്റീഫൻ നെടുമ്പള്ളി തന്നെയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് അദ്ദേഹം മുണ്ട് മടക്കി കുത്തി വരുന്ന ആ ഒരു സീനും, പിന്നെ അതുപോലെ തന്നെ ആ നമ്മൾ ട്രെയിലറിൽ കണ്ട കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സാധനമൊക്കെ അതൊക്കെ കിട്ടിലം പരിപാടിയായിരുന്നു. അത് മോഹൻലാലിന് മാത്രം കിട്ടുന്ന ഒരു സ്വാഗം പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഒരു മുണ്ടും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടിലും മുണ്ടിലും വരുന്ന ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളിക്ക് ഒരു ഹരം തന്നെയാണ്. ആ ഒരു പരിപാടി ഈ സിനിമയിലുണ്ട്. ഖുറേഷി എബ്രാഹിം വരുമ്പോൾ അതിന്റെ മേക്കിംഗ് കൊണ്ട് ആ ഒരു എന്താ പറയാ, ലാലേട്ടന്റെ ഒരു സ്വാഗം പരിപാടിയൊക്കെ മാക്സിമം പിടിച്ചിട്ടുണ്ട്, ഒരു പൊട്ടൻഷ്യൽ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതില് പെർഫോമൻസ് വൈസ് എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് കുറേയും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്, മെയിൻ കഥാപാത്രങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറേയും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് സുരാജിന് വളരെ കുറച്ച് സീൻസേ ഉള്ളൂ. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് പരിപാടി, പുള്ളി കേരളത്തിലെ എന്താ പറയാ, അത് തുറന്നു പറയുന്നതിന് നമുക്ക് കുഴപ്പമില്ല, ഒരു BJP ഒരു പാർട്ടി സ്റ്റേറ്റ് ലീഡറിന്റെ ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. കുറച്ച് തുറന്നു തന്നെ കാണിച്ചിട്ടുണ്ട്. അറിയാലോ, മുരളി ഗോപി ആവുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് പറയും, അതുപോലെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടുവോളം ആവശ്യത്തിനാകും വയറ് നിറച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരല്പം താഴ്ന്നു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അത് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ മേക്കിങ്ങും ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണിത്, അതിനകത്ത് ഒരു സംശയമില്ല. മോഹൻലാലിന്റെ ഇൻട്രോ കിട്ടില്ല ഇൻട്രോ ആയിരുന്നു. പക്ഷേ
എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് ഈ പറയുന്ന കാട്ടിലുള്ള ഫൈറ്റ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കാട്ടിലുള്ള റോബോട്ടിക് ക്യാമറ വെച്ചിട്ടുള്ള ഫൈറ്റ്. അതൊരു ഒന്നൊന്നര പരിപാടിയായിരുന്നു. തിയേറ്ററിൽ കരഘോഷമായിരുന്നു. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്ത്. ഗൂസ് പംസ് മൊമെന്റ്സ് ആയിരുന്നു. ഒരു ലാലേട്ടൻ ആരാധകൻ എന്ന നിലയ്ക്ക് ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ പുള്ളിയുടെ ഒരു അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ നമ്മൾ ആഘോഷിക്കപ്പെടുക എന്നുള്ളത് അത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് ഹെവി ആയിട്ട് ഒരു ക്യാരക്ടർ പരിപാടി കിട്ടിയിട്ടുള്ളത് മഞ്ജു വാര്യറിനാണ്. മഞ്ജു വാര്യരുടെ അപ്പിയറൻസും, മഞ്ജു വാര്യർ എനിക്ക് തോന്നുന്നു ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് എത്തുമ്പോൾ മഞ്ജു വാര്യർക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു സ്വാഗ് ഒരു പരിപാടിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ജെറോൺ ഫ്ലൈം കിട്ടില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നി ഞാൻ വെറുതെ പുള്ളിനെ കൊണ്ടുവന്ന് നിർത്തും എന്നുള്ളൊരു പരിപാടിയായിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷെ പുള്ളിക്ക് കുറച്ചും കൂടി ഡ്യൂറേഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല പരിപാടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് എനിക്ക് എല്ലാവരും ആറ്റിറ്റ്യൂഡ് പിടിച്ച് എല്ലാവരും കിട്ടില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം കാണിക്കുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് ആ തുടക്കത്തിലായിരിക്കും ഒന്ന് ഇത്തിരി ലാഗ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെയൊക്കെ പൃഥ്വിരാജിന്റെ ചെറുപ്പം കാണിക്കുന്ന സമയത്തൊക്കെ നല്ല ഒഴുക്കോടുകൂടി നല്ല ഫീലോട് കൂടി കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള അവര് പറഞ്ഞു പോകുന്ന ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ നന്നായിട്ട് ആ ഫീലിൽ തന്നെ കാണുന്ന പ്രേക്ഷകന് കിട്ടുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അത് തന്നെ വലിയൊരു പോസിറ്റീവാണ്. ഞാൻ സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞെങ്കിലും ഇതൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. പിന്നെ എഡിറ്ററിന്റെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. അഖിലേഷ് മോഹൻ ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് മറ്റേ നമ്മുടെ പ്രമോഷന്റെ സമയത്ത് പറഞ്ഞിരുന്നത് എൻ്റെ ക്രൂ കിഡിലൻ ക്രൂ ആണെന്ന് പറഞ്ഞത് തന്നെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപക് ദേവ് ഒരു പക്ഷേ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 75% തൃപ്തിപ്പെടുത്തിയിട്ടുള്ളൂ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് നമ്മൾ കണ്ട് ശീലിച്ച ഇന്ത്യൻ സിനിമകളുടെ ഒരു ബിഗ് ബഡ്ജറ്റ് ഇന്ത്യൻ സിനിമകളുടെ ഫ്ലേവറിൽ നിന്ന് മാറിയിട്ടാണ് ദീപക് ദേവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എല്ലാ തരം ഓഡിയൻസിനെയും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തൃപ്തിപ്പെടുത്തുമോ എന്നുള്ളത് ഇത്തിരി സംശയമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്ലാസിക് പരിപാടിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഹോളിവുഡ് സിനിമകൾ കാണുന്ന പോലെ ഒരു ക്ലാസിക് പരിപാടിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറ്റം പറയാം. പക്ഷെ നമ്മൾ കാണുന്ന പ്രേക്ഷകർ കൂടുതൽ ഇന്ത്യൻ ഓഡിയൻസ് ആണല്ലോ. അപ്പൊ അവർക്ക് ഇത് എത്രത്തോളം ദഹിക്കും. അതുകൊണ്ട് തന്നെ ചില സീനുകളൊക്കെ നല്ല ഹൈ തരുന്ന മൊമെന്റുകളുള്ള സീനുകളൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒരു പ്രശ്നം കാരണം ഇത്തിരി ഡൗൺ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പക്ഷെ ഓൾ ഓവർ നോക്കുമ്പോൾ ഈ ഉള്ള ഹൈ മൊമെന്റ് തരുന്ന സാധനങ്ങൾക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ കഥ പറഞ്ഞ് ആ സ്ക്രിപ്റ്റ് അറിയാലോ, മുരളിഗോപിയുടെ സ്ക്രിപ്റ്റ് പറഞ്ഞു പോകുന്ന ഒരു രീതി അറിയാലോ. ആ ഒരു 15 താളത്തിൽ പോയി ഒരു ഹൈ തന്ന് പിന്നെയും 15 താളത്തിൽ പോയി പിന്നെ ഹൈ തന്ന് അങ്ങനെയുള്ള ഒരു പരിപാടിയായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. ടോട്ടലി നോക്കുമ്പോൾ തിയേറ്ററിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ കഴിയുന്ന, മസ്റ്റായിട്ട് കാണേണ്ട, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ലാലേട്ടൻ ആരാധകൻ എന്ന നിലക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു നല്ല ഒരു സിനിമ, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ട ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ഇനി ഒരു തവണയും കൂടി കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാം. ബൈ.